إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبرا بوالديه ولم يكن جبارا عصيا സൂറ മറിയം 14-ാമത്തെ ആയത്താണ്. ഇതിനു മുമ്പുള്ള ആയത്തിൽ യഹ്യ നബിയുടെ ചില സ്വഭാവ ഗുണവിശേഷണങ്ങളിൽ അല്ലാഹു തആല വിശദീകരിച്ചു. അതിന്റെ തുടർച്ച തന്നെയാണ് ഈ ആയത്തുകളും. യഹ്യ നബി എങ്ങനെയുള്ളവനായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞു. അതായത് അദ്ദേഹം ഒരു ഭക്തനായിരുന്നു, നല്ല സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തിയായിരുന്നു. ശൈശവത്തിൽ തന്നെ വേദവിജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും നൽകപ്പെട്ടവനായിരുന്നു. ശേഷമുള്ള പറയുന്നു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനായിരുന്നു അദ്ദേഹം. വലം യകുൻ ജബ്ബാറൻ, അദ്ദേഹം ഒരു കഠിനനായിരുന്നില്ല, ഒരു നിഷ്ഠൂര സ്വഭാവക്കാരനായിരുന്നില്ല. അസിയൻ, അനുസരണക്കേട് കാണിക്കുന്നവനുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിഷ്ഠൂര സ്വഭാവം, കഠിന സ്വഭാവം അല്ലെങ്കിൽ അനുസരണക്കേട് ഇതൊന്നുമില്ലാത്ത സൗമ്യശീലനായിരുന്നു, ശാന്തനായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വസ്സലാമുൻ അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ സമാധാനമുണ്ടല്ലെങ്കിൽ ശാന്തിയുണ്ട്. യൗമ ഉലിദ, അദ്ദേഹം ജനിച്ച ദിവസം. വയൗമ യമൂതു, മരണപ്പെടുന്ന ദിവസവും. വയൗമ യുബ്അസു ഹയ്യാ, ജീവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസവും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ ജനനം ഒരു സമാധാനത്തോടും ശാന്തിയോടും അല്ലാഹുവിന്റെ കാരുണ്യത്താൽ പൊതിഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അങ്ങേയറ്റത്തെ അനുഗ്രഹത്തോടുകൂടി ഹനാനൻ എന്നാണ് ഖുർആൻ അത് വിശേഷിപ്പിച്ചത്. ഹനാനൻ, അങ്ങേയറ്റത്തെ ദയോടുകൂടി, കാരുണ്യത്തോടുകൂടി, ശാന്തിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വരവ്. വയൗമ യമൂതു, അദ്ദേഹം മരണപ്പെടുന്ന ദിവസവും അല്ലാഹുവിന്റെ അനുഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നതാണ്. വയൗമ യുബ്അസു ഹയ്യാ, അദ്ദേഹം ജീവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസവും. ഇങ്ങനെയുള്ള ചില പ്രത്യേകതയോടുകൂടിയാണ് യഹ്യ നബി അലൈഹിസ്സലാമിന്റെ വരവ്. ആ യഹ്യ നബി അലൈഹിസ്സലാം ഈസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ഒരു നബിയായിരുന്നു. അത് ശേഷം വരുന്ന ആയത്തുകൾ, അതിന്റെ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.